മക്കളെ, അപ്പൊ നമ്മുടെ +1 ഓണം എക്സാമിന്റെ നമ്മുടെ ചാപ്റ്റേഴ്സിന്റെ വെയിറ്റേജ്, നമ്മുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ ചാപ്റ്റേഴ്സിന്റെ മാത്സ് ചാപ്റ്റേഴ്സിന്റെ വെയിറ്റേജ് ആണ് മിസ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എന്റെ കുട്ടികൾ എന്ത് ചെയ്യുക, ഇത് കംപ്ലീറ്റ് ആയിട്ട് കാണാം. ആൻഡ് ഈ വെയിറ്റേജ് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ ഈ ഏറ്റവും ഹൈ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ടെന്നുള്ളത് എൻഷുർ ചെയ്യുക. അപ്പൊ ബാക്കി ചാപ്റ്റേഴ്സ് സ്കിപ്പ് ചെയ്യാനാണോ? അല്ല, ബാക്കി ചാപ്റ്റേഴ്സ് അറ്റ്ലീസ്റ്റ് തിയറിയും ബേസിക് ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾക്ക് അറിയാമെന്നുള്ള കാര്യം എൻഷുർ ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ വെയിറ്റേജിലേക്ക് പോവാണ്. ഫസ്റ്റ് നമ്മുടെ ഫിസിക്സ് ആണ്. അപ്പോൾ ഫിസിക്സിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഓണം എക്സാമിന് ആയതുകൊണ്ട് ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം വളരെ കുറവാണ്, 4 ചാപ്റ്റേഴ്സേ ഉള്ളൂ. അപ്പോൾ ഈ 4 ചാപ്റ്റേഴ്സിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് എല്ലാ ചാപ്റ്ററിനും ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, അതുപോലെ ലോസ് ഓഫ് മോഷൻ 20 മാർക്കിനും 21 ഏകദേശം ആ റേഞ്ചിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഈ 3 ചാപ്റ്റേഴ്സ് എന്തായാലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാണമെന്നല്ല, അതല്ല 14 മാർക്സിന്റെ ക്വസ്റ്റൻ ആണ് ഇവിടെ നിന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഈ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ലത്. ഇനി പഠിച്ചിട്ടില്ല എന്നാണെങ്കിൽ അറ്റ്ലീസ്റ്റ് തിയറിയും ബേസിക് ക്വസ്റ്റ്യൻസ് എങ്കിലും അറിയോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഇത് ഇപ്പോൾ ഏത് ചാപ്റ്ററിന്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അറ്റ്ലീസ്റ്റ് തിയറിയും ബേസിക് ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾക്ക് അറിയും എന്നുള്ള കാര്യം നിങ്ങൾ എൻഷുർ ചെയ്യുക. എല്ലാം പഠിച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ലത്. ഇനി നമ്മൾ അടുത്തത് നമ്മുടെ കെമിസ്ട്രി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കെമിസ്ട്രിയിൽ മെഗെയിൻ 4 ചാപ്റ്റേഴ്സ് ആണ്. ഇതിൽ നമുക്ക് ഏറ്റവും ഹൈ വെയിറ്റേജ് ഉള്ളൊരു ചാപ്റ്റർ ഇവിടെ നമുക്ക് കാണാം, സ്ട്രക്ചർ ഓഫ് ആറ്റം. അപ്പോൾ ഈ ചാപ്റ്റർ നിങ്ങൾ തീർച്ചയായും പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ ഒറ്റയടിക്ക് നമ്മുടെ 30 മാർക്ക് അങ്ങോട്ട് പോയി കിട്ടും. ഇനി ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി 18 മാർക്ക്, അതുപോലെ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ഇൻ പീരിയോഡിക് പ്രോപ്പർട്ടീസും 18 മാർക്ക്, ഇത് നമുക്ക് 12 മാർക്ക്. അപ്പം ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ തന്നെ പഠിക്കണം. അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ എൻഷുർ ചെയ്യുക, ബാക്കിയുള്ളതും നോക്കുക. ആ ഒരു വെയിറ്റേജിനുള്ള മാർക്സ് നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പോൾ ഏത് ചാപ്റ്റർ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാതിരിക്കുക, സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് പോകും. ഓക്കെ, പിന്നെ നമ്മൾ മാത്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്സിൽ നിങ്ങൾക്ക് 2 ചാപ്റ്റേഴ്സേ ഉള്ളൂ. അപ്പോൾ അത് രണ്ടും തന്നെ എന്താണ്, ഏകദേശം ഈക്വൽ വെയിറ്റേജ് കൊടുത്ത് തന്നെ പഠിക്കുക. കാരണം 37-40 ആ റേഞ്ചിലാണുള്ളത്. ഏതെങ്കിലും ഒന്ന് വിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പകുതി മാർക്ക് പോയി എന്നുള്ളത് നോക്കിയാൽ മതി. ഇനി അടുത്തത് നമ്മുടെ ബയോളജിയിലേക്ക് വരുമ്പോൾ 6 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് നിങ്ങൾക്ക് ഇല്ല, 6 ചാപ്റ്റേഴ്സ് ആണ്. സുവോളജിയിലും ബോട്ടണിയിലും 3 ഈച്ച്. അപ്പോൾ അതിൽ ലിവിംഗ് വേൾഡിൽ നമുക്ക് 6 മാർക്കാണ്. ആൻഡ് അനിമൽ കിങ്ഡത്തിൽ നമുക്ക് 31 മാർക്കാണ്. ആൻഡ് സ്ട്രക്ചറൽ ഓർഗനൈസേഷനിൽ 2 മാർക്കാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ അനിമൽ കിങ്ഡം നിങ്ങൾ എന്തായാലും പഠിക്കുക. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ സുവോളജിയിൽ അല്ലെങ്കിൽ ബോട്ടണിയിൽ 30 മാർക്സ് ആണെങ്കിൽ അതിൽ കംപ്ലീറ്റ് മാർക്ക് കിട്ടാനുള്ള ആൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അനിമൽ കിങ്ഡം പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ബോട്ടണി പോയി എന്ന് തന്നെ നിങ്ങൾ കരുതിക്കോ. ഓക്കെ, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അതുപോലെ ഈ 2 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് അറിയാം വലിയ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറില്ല. സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇത്തവണ നമുക്ക് കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു പേഴ്സണലി ഈ ചാപ്റ്റർ. അപ്പം എന്തായാലും നോക്കാം. നമ്മൾ ബോട്ടണിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള 2 ചാപ്റ്റേഴ്സ് ഉണ്ട്. പ്ലാൻ കിങ്ഡം ഉണ്ട്, മോർഫോളജി ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ 8 ചാപ്റ്റർ ആണ്. അത് ഏകദേശം നമുക്ക് വെയിറ്റേജ് പറയാറുണ്ട്. പക്ഷേ സുവോളജിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അനിമൽ കിങ്ഡം നമുക്ക് എന്താണ്, നമ്മുടെ ഫുൾ മാർക്കും അവിടെ തന്നെയാണുള്ളത്. അപ്പോൾ അതെന്തായാലും നോക്കുക. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങളുടെ ചാപ്റ്റേഴ്സിൻ്റെ വെയിറ്റേജ് വരുന്നത്. അപ്പോൾ നല്ല രീതിക്ക് പഠിക്കുക. നിങ്ങൾക്ക് ഒഫീഷ്യലി ഓണം എക്സാം ഇല്ല, നിങ്ങളുടെ സ്കൂൾ തന്നെ കണ്ടക്ട് ചെയ്യുന്ന ടൈം ടേബിളും അവരുടെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ എക്സാമിനർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ടൈം ടേബിൾ ഉണ്ട്, അതനുസരിച്ച് ലൈവ് ക്ലാസ്സുകളുണ്ട്. അത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഒഫീഷ്യലി ഇല്ലല്ലോ, പഠിക്കണോ? മക്കളെ, ഇത്രയും കംപ്ലീറ്റ് ആയാൽ അത്രയും ആയി. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.